നാലാം വർഷമെത്തുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അടുത്തയാഴ്ച മോസ്കോയിലെത്തും. കപ്പലിൽ നിന്ന് തൊടുത്തുവിടാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇന്നലെ പാകിസ്ഥാൻ നാവികസേന പരീക്ഷിച്ചതായി പാക് സേനയുടെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു. പുതുതായി വികസിപ്പിച്ച ഫതഹ് 4 ക്രൂസ് മിസൈൽ വിക്ഷേപണം സെപ്റ്റംബറിൽ ട്രയൽ നടത്തിയിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസവും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻ ഖാൻ പാക് റാവൽപിണ്ടി ജയിലിൽ കൊല്ലപ്പെട്ടതായി വാർത്ത പരന്നു. പാക് സോഷ്യൽ മീഡിയയിലാണ് വാർത്തകൾ പരന്നത്. ഇമ്രാന്റെ 3 സഹോദരിമാർ ജയിലിലെത്തിയിട്ടും കാണാൻ അനുവദിച്ചില്ലെന്നും അവരെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നാവികസേനാ ദിനം പ്രമാണിച്ച് ഇതാദ്യമായി നാവികസേനയുടെ പ്രകടനം തിരുവനന്തപുരത്ത്. ഡിസംബർ 3-ന് വിവിധ യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശംഖുമുഖം കടലിലും ആകാശത്തും വിസ്മയം തീർക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. നവംബർ 29-നും ഡിസംബർ 1-നും ഫുൾ റിഹേഴ്സൽ നടക്കും. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ജോസ് കെ മാണിയുടെ മകൻ KM മാണി ജൂനിയർ ഇലക്ഷൻ പരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങി. പൂഞ്ഞാർ മേഖലകളിലുള്ള ഇലക്ഷൻ പരിപാടികളിലാണ് KM മാണിയുടെ ചെറുമകൻ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള മുന്നൊരുക്കമാണെന്ന് പറയപ്പെടുന്നു. ജോസ് കെ മാണിയുടെ മട്ടിൽ യൂത്ത് ഫ്രണ്ടിലൂടെ രാഷ്ട്രീയത്തിൽ കടക്കുമെന്ന് സൂചന. തിരഞ്ഞെടുപ്പ് പരസ്യങ്ങളിൽ നിന്ന് IPS മായ്ച്ചു കളയാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. മുൻ DGP ശ്രീലേഖ IPS മത്സരിക്കുന്ന ശാസ്തമംഗലം വാർഡിലെ പ്രചരണത്തിന്മേലാണ് കമ്മീഷന്റെ നടപടി. 21,605 വാർഡുകളിൽ BJP മത്സരിക്കുന്നുണ്ടെന്നും ഭരണമാറ്റമല്ല ഭരണശൈലിയിലെ മാറ്റം ഇതാണ് BJP ഉദ്ദേശിക്കുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊച്ചി പാലാരിവട്ടത്ത് CPOയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഗ്രേഡ് SI ബൈജു 4 ലക്ഷം തട്ടിയതിൽ ഇയാളെ വെട്ടിലാക്കി സ്പാ ജീവനക്കാരി മൊഴി നൽകി. വഖഫ് ഭൂമിയല്ല മുനമ്പത്തേത് എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ തുടർച്ചയായി പ്രദേശവാസികളിൽ നിന്ന് വസ്തുനികുതി പിരിക്കാമെന്ന് ജസ്റ്റിസ് C ജയചന്ദ്രൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. 1 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയിലുള്ള ബാറിൽ ഒരാളെ കുത്തിയതിനു ശേഷം ദുബായിലേക്ക് കടന്ന ഗുണ്ട എയർപോർട്ട് ഡാനിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടി. തിരുവനന്തപുരം എയർപോർട്ടിൽ യാത്രക്കാരൻ തന്നെ ലഗേജിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 10-ന് ബഹ്റിനിലേക്ക് പോയ വിമാനത്തിലെ യാത്രക്കാരൻ കഴക്കൂട്ടം സ്വദേശിയാണ് പ്രശ്നമുണ്ടാക്കിയത്. വലിയതുറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പഴയകാല മോഹൻലാൽ ഹിറ്റ് ചിത്രം കിരീടം റെസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. സംവിധായകൻ സിബി മലയിലും പ്രേക്ഷകരിൽ ഒരാളായി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.